എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എക്സാംസ് ഒക്കെ അടുത്തല്ലേ? നല്ല പ്രഷറും നല്ല ടെൻഷനും ഉണ്ട്. ഒന്നും ഇതുവരെ പഠിച്ചിട്ടില്ല. എവിടെ നിന്ന് തുടങ്ങണമെന്ന് അറിയത്തില്ല. ഈ ഒരു കൺഫ്യൂഷൻസ് ഒക്കെ DM-ൽ നമുക്ക് സ്ഥിരമായിട്ട് വരുന്ന മെസ്സേജസിൽ കാണുന്നതാണ്. സോ അതിനുള്ളൊരു സൊല്യൂഷനുമായിട്ടാണ് ഞാനിന്ന് നിങ്ങളുടെ അടുക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പേജസ് ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. പിന്നെ എല്ലാ അപ്ഡേഷൻസും കൃത്യമായിട്ട് ഈവൻ നോട്ട്സ് ഉൾപ്പെടെ ഷോർട്ട് നോട്ട്സ് ഉൾപ്പെടെ എക്സാം ടിപ്സുകൾ ഉൾപ്പെടെ നമ്മുടെ ബ്രോഡ്കാസ്റ്റ് ചാനലിൽ നമ്മൾ ഡെയിലി മണിക്കൂറുകൾ ഇടവിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം നമ്മുടെ ബ്രോഡ്കാസ്റ്റ് ചാനലിൽ ഒന്ന് ജോയിൻ ചെയ്യുക. നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ താഴെ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ ഇത് ചെയ്യാൻ ആരും മറക്കണ്ട. നമുക്ക് പൊതുവേ ഉള്ളൊരു സംഭവം എന്താണെന്നറിയാമോ? നമ്മൾ പരീക്ഷയുടെ തലേ ദിവസമാണ് പഠിക്കുന്നത്. ഞാൻ ഈ ടൈപ്പ് ഒരാളായിരുന്നു. ഞാനും ഇതുപോലെ തന്നെ പരീക്ഷയുടെ തലേ ദിവസമാകുമ്പോൾ പുസ്തകം എല്ലാം കൂടി എടുത്തു വെച്ചിട്ട് ഭ്രാന്ത് പിടിച്ചൊരു പഠിത്തമുണ്ട്. അതുവരെ എത്ര ടൈം ഉണ്ടായാലും നമ്മൾ പഠിക്കത്തില്ല. പക്ഷെ ആ ഒരു അവസാന നിമിഷത്തിലും ഞാൻ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യുന്നത് ഒരു സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ടാണ്. അതായത് നമ്മൾ കൃത്യമായിട്ടൊരു പ്ലാൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പഠിച്ചു തീർക്കാൻ വേണ്ടി കഴിയും. എല്ലാം കൂടെ വലിച്ചു വാരി പഠിക്കാനിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല. അപ്പോൾ പ്രോപ്പറായിട്ടുള്ളൊരു വേയിൽ നമ്മൾ ഓരോ സബ്ജക്റ്റിനെയും കൃത്യമായിട്ടുള്ള രീതിയിൽ പരിശോധിച്ച് പഠിക്കണം. എല്ലാം കൂടെ പഠിക്കാനിരുന്നാൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ അതിന് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു സൊല്യൂഷൻ തരാം. ഓക്കെ, അപ്പം മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പൊ വേണ്ടത് ടെൻഷൻ അല്ല, പ്രോപ്പർ ആയിട്ടുള്ളൊരു സ്റ്റഡി പ്ലാൻ ആണ്. ഈ സ്റ്റഡി പ്ലാൻ യൂസ് ചെയ്തിട്ട് എല്ലാ സബ്ജക്റ്റിനും നമ്മൾ പഠിക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോസ് പ്യുവർലി 8 മുതൽ +2 വരെയുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും യൂസ്ഫുൾ ആവുന്നതാണ്. പിന്നെ കൊച്ചുമക്കളും ജസ്റ്റ് ഒന്ന് കണ്ടിരുന്നു, നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുന്നതായിരിക്കും. ആദ്യം എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ആയിരിക്കും അല്ലേ? നമ്മളിപ്പോൾ ഒരു സബ്ജക്റ്റ് എടുക്കുന്നു. ഈ സബ്ജക്റ്റ് എടുത്തിട്ട് അതിൽ ഒന്നാമത്തെ ചാപ്റ്റർ നമ്മൾ എടുക്കുകയാണ്. ഈ ചാപ്റ്റർ കുത്തിയിരുന്ന് കാണാപ്പാഠം പഠിക്കാൻ വേണ്ടിയിട്ട് ആരും ശ്രമിക്കരുത്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ ചാപ്റ്ററിലെ മെയിൻ ഹെഡിങ്ങുകളെല്ലാം ഒന്ന് നോക്കുക. ഈ മെയിൻ ഹെഡിങ്ങുകളായിരിക്കും നമ്മുടെ ടോപ്പിക്സുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ചാപ്റ്റർ എടുത്തിട്ട് അതിലെല്ലാ മെയിൻ ഹെഡിങ്ങുകളും കൃത്യമായിട്ട് അതിൻ്റെ പേര് മാത്രം, ജസ്റ്റ് നിങ്ങൾ ഇത് മാത്രം ചെയ്താൽ മതി. ആദ്യം നിങ്ങൾ പേര് മാത്രം ഒന്ന് മനസ്സിലാക്കി വെക്കുക, അതും ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ? ഈ മെയിൻ ടോപ്പിക്സുകൾ മാത്രം, അതിനിടയിൽ ടെക്സ്റ്റ് ബുക്കിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ടായിരിക്കും. ഇതൊന്നും നമ്മൾ നോക്കുന്നില്ല. മെയിൻ ടോപ്പിക്സ് മാത്രം എടുക്കുന്നു. അതിനകത്ത് വരുന്ന ഡെഫിനിഷൻ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഒരു ബ്ലാക്ക് മാർക്ക് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള പോർഷൻസ് കാണും. ഈ സാധനം, അതായത് ഓരോ ടോപ്പിക്കിലെ ഹൈലൈറ്റ് ചെയ്തിട്ട് വരുന്ന ഭാഗങ്ങളിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാകും, അതിനകത്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഈ ഭാഗം എടുക്കുക. അതല്ലെങ്കിൽ ചില ഡെഫിനിഷൻസുകളൊക്കെ നമുക്ക് ബോക്സിൽ തന്നിട്ടുണ്ടായിരിക്കും. ഈ ഭാഗം മാത്രം നമ്മളൊന്ന് എടുത്തു വെക്കുക. എന്നിട്ട് ഇതാദ്യം പഠിക്കുക. അതിനുശേഷം അതിൻ്റെ താഴെ അതിനൊരു എക്സാമ്പിൾസ് കാണും. പരീക്ഷയ്ക്ക് പലപ്പോഴും എക്സാമ്പിൾസ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം മെയിൻ ടോപ്പിക് എടുക്കുന്നു, അതിനകത്ത് വരുന്ന ഡെഫിനിഷൻ പഠിക്കുന്നു, അതിൻ്റെ എക്സാമ്പിൾസ് പഠിക്കുന്നു. അതിനെ കണക്ട് ചെയ്ത് ബാക്കി കുറേ കാര്യങ്ങൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കാണും. ഇതെല്ലാം റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന കാര്യങ്ങളായിരിക്കും. സോ നമ്മൾ മെയിൻ കോൺസെപ്റ്റ് നമുക്ക് ക്ലിയർ ആക്കി കഴിഞ്ഞാൽ വേറെ ഏത് എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ വേണ്ടി കഴിയും. അപ്പോൾ നമ്മൾ ആദ്യം മെയിൻ കോൺസെപ്റ്റ് പഠിക്കുക, അതിനൊരു എക്സാമ്പിൾ പഠിക്കുക. ഇങ്ങനെ നമ്മൾ ചാപ്റ്ററിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് പഠിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. എല്ലാം കൂടെ വായിച്ച് തീർക്കാനുള്ളൊരു സമയം നമുക്ക് ഈ അവസാന നിമിഷത്തിലില്ല. അതുകൊണ്ട് ആദ്യം മെയിൻ ഹെഡിങ്, പിന്നെ അതിലുള്ള ഡെഫിനിഷൻ, പിന്നെ അതിൽ വരുന്നൊരു എക്സാമ്പിൾ. നിങ്ങൾക്കറിയാം, നമ്മുടെ സോഷ്യൽ സയൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ വളരെ വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് ആണ് അല്ലേ? അപ്പൊ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ പറഞ്ഞതുപോലെ തന്നെ മെയിൻ ആയിട്ടുള്ള ഹെഡിങ് എടുക്കുക. എന്നിട്ട് അതിൽ വരുന്ന ടോപ്പിക്സ്, ആ ഒരു മെയിൻ ഹെഡിങ്ങിനുള്ളിൽ വരുന്ന ഒരു പാരഗ്രാഫ് കാണും. അതിനകത്തുള്ള മെയിൻ ആയിട്ടുള്ള 2-3-4 ലൈൻസുകൾ മാത്രം നിങ്ങൾ അതിൽ പറ്റിയിട്ട് എന്തെങ്കിലും എഴുതാം. നമ്മളെല്ലാം കൂടെ പഠിച്ചിട്ട് അത് എഴുതാൻ വേണ്ടി കഴിയത്തില്ല. എന്തെങ്കിലും എഴുതാൻ പറ്റുന്ന മെയിൻ ആയിട്ട് ചില ഡേറ്റ്സുകൾ കാണും, ചില വർഷങ്ങൾ കാണും, ചില ഓർഗനൈസേഷനെ പറ്റിയിട്ടുണ്ടായിരിക്കും. അങ്ങനെയുള്ള മെയിൻ കാര്യങ്ങൾ മാത്രം എടുക്കുക, അത് ഹൈലൈറ്റ് ചെയ്യുക. ഈ ഒരു 4-5 പോയിന്റ്സുകൾ മാത്രം അതിൽ നിന്ന് പഠിക്കാൻ ശ്രമിക്കുക. എന്നിട്ട് പരീക്ഷയ്ക്ക് എഴുതുന്ന സമയത്ത് നമ്മൾ ഈ പോയിന്റ്സ് ജസ്റ്റ് ഒന്ന് ഇലാബറേറ്റ് ചെയ്യാൻ വേണ്ടി കഴിയുകയാണെങ്കിൽ അത് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അല്ലാതെ മുഴുവൻ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ടൈം നമുക്കില്ല. പിന്നെ പലപ്പോഴും ചില ഭാഗങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മാച്ച് ദ ഫോളോവിങ് ആയിട്ടൊക്കെ വർഷങ്ങളോ അല്ലെങ്കിൽ ഓരോ വ്യക്തികളോ അവരുടെ ഓർഗനൈസേഷൻസോ ഒക്കെ ചോദിക്കുന്നുണ്ടായിരിക്കും. സോ ഒരു പാഠഭാഗത്ത് അങ്ങനത്തുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് നമ്മൾ അണ്ടർലൈൻ ചെയ്തിട്ട് ജസ്റ്റ് അത് ഒന്ന് റിപ്പീറ്റ് ആയിട്ട് റിവൈസ് ചെയ്യുക. ഇനി ഇത് പഠിച്ചതിന് ശേഷം, നമ്മളൊരു കാര്യം പഠിച്ചതിന് ശേഷം
ബുക്കെല്ലാം ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക. ഇതെനിക്ക് ഓർമ്മ കിട്ടുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക. അങ്ങനെ റിപ്പീറ്റ് ആയിട്ട് ഒരു 10-15 മിനിറ്റിൽ ഇടയ്ക്കിടയ്ക്ക് നോക്കുക. നമ്മൾ റിവൈസ് ചെയ്തില്ലെങ്കിൽ അടുത്ത ദിവസം എടുക്കുമ്പോൾ നമ്മൾ ഫുൾ മറക്കും. ഇപ്പം എൻ്റെ ഒരു മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് ഓർമ്മശക്തി നിൽക്കുന്ന ഒരാളല്ല. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഒരു സാധനം പഠിച്ച് അതിനുശേഷം അരമണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും ഒന്നുകൂടെ വായിച്ച് നോക്കി വീണ്ടും അത് വേറൊരു ടോപ്പിക്ക് പഠിക്കും, പിന്നീട് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും ഒന്നുകൂടെ നോക്കും. അങ്ങനെ ഈ എക്സാമിൻ്റെ അവസാനത്തെ ഡേയ്സുകളിൽ ഫുൾ പഠിത്തമായിരിക്കും. അതുവരെ പഠിച്ചില്ലെങ്കിലും എക്സാമിൻ്റെ അവസാനത്തെ നിമിഷം ഫുൾ പഠിത്തമായിരിക്കും. അപ്പം നിങ്ങളും അവസാനത്തെ നിമിഷമാണ്, അതുകൊണ്ട് ഫുൾ ടൈം പഠിത്തം മാത്രം ഫോക്കസ് ചെയ്തിരുന്നാൽ മാത്രം ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടി. സയൻസ് സബ്ജക്റ്റിനെ എങ്ങനെ പഠിക്കുമെന്ന് നോക്കാം. സയൻസ് സബ്ജക്റ്റ് നമുക്കറിയാം ഡയഗ്രംസിനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ഒരു ചാപ്റ്റർ എടുക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം ഈ ഡയഗ്രംസ് അതിന് മാർക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ പഠിക്കാം. എന്നിട്ട് ഇതുപോലെ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയിലെല്ലാം തന്നെ ഡെഫിനിഷൻസുകളാണ്. ഓരോ കോൺസെപ്റ്റുകളും അതിൻ്റെ ഡെഫിനിഷൻസും. ഇപ്പോൾ റിയാക്ഷൻ ആണെങ്കിൽ ആ റിയാക്ഷൻസിൻ്റെ ഡെഫിനിഷൻ എന്താണ്, അല്ലെങ്കിൽ ഒരു ഓർഗൻ ആണെങ്കിൽ ആ ഓർഗൻ എന്താണ്, അതിൽ ഓരോ പാർട്ട്, അതിൻ്റെ ഫങ്ഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് മെയിനായിട്ട് മാച്ച് ദ ഫോളോവിങ് ആയിട്ടും ഒക്കെ ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സയൻസ് സബ്ജക്റ്റിൻ്റെ കേസിൽ ഈവൻ ബയോളജി ആണെങ്കിൽ ആദ്യം നിങ്ങൾ ഡയഗ്രംസ്, മാച്ച് ദ ഫോളോവിങ്, ഫ്ലോ ചാർട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കുക. മെയിൻ ആയിട്ടുള്ളതിൻ്റെ ഡെഫിനിഷൻ പഠിക്കുക, അതിൻ്റെ ഫങ്ഷൻസ് മാത്രം. ജസ്റ്റ് ഇംഗ്ലീഷിൽ നമ്മൾ കാണപ്പാടം പഠിക്കണം, മലയാളത്തിൽ മാത്രം ഒരു മംഗ്ലീഷ് ലെവലിൽ നമ്മൾ പഠിക്കില്ലേ, അതുപോലെ ഒരു ഓർഗനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത് എങ്കിൽ ആ ഓർഗൻ ഇപ്പം എന്താണെന്ന് പഠിക്കുക, അതിൻ്റെ ഫങ്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഫങ്ഷൻസ് പഠിക്കുക. ഇത്രയും കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് എഴുതാൻ പറ്റും. ക്വസ്റ്റ്യൻ പേപ്പർ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. എല്ലാം കൂടെ പഠിക്കാൻ നമുക്ക് ടൈം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി ലാംഗ്വേജ് എങ്ങനെയാണ് പഠിക്കുന്നത്? ലാംഗ്വേജിന്റെ കേസിൽ നമുക്ക് മലയാളമുണ്ട്, ഹിന്ദിയുണ്ട്, ഇംഗ്ലീഷുണ്ട്, 3 എണ്ണം ഉണ്ട്. മലയാളം നമുക്ക് വലിയ കുഴപ്പമില്ല അല്ലേ, കഥയൊക്കെ അറിയാം. ഇംഗ്ലീഷും ഹിന്ദിയാണ് നമ്മുടെ മെയിൻ പ്രശ്നം. അതിൽ ഇംഗ്ലീഷിന്റെ കേസിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, നമ്മൾ ഒരു ചാപ്റ്ററിലെ മെയിൻ ആയിട്ടുള്ള അതിന്റെ ആശയമുണ്ടല്ലോ, തീമുണ്ടല്ലോ, അത് പഠിച്ചു വെക്കുക. കാരണം അങ്ങനെ ഒരു കാര്യം നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം എപ്പോഴും. നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ പഠിച്ചിട്ടില്ലെങ്കിലും ഒരു ചാപ്റ്ററിന്റെ ഒരു ആശയം, അതൊരു പോയിന്റ് വൈസ് ആയിട്ട്, പോയിന്റ് ആയിട്ട് തന്നെ നിങ്ങൾ എഴുതാൻ ശ്രമിക്കുക. അങ്ങനെ പോയിന്റ്സ് ആയിട്ടുള്ള നോട്ട്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആശയം പോയിന്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. എന്നിട്ട് ഈ സാധനം നമ്മൾ ചോദ്യം ചോദിക്കുമ്പോൾ, ഇപ്പം റൈറ്ററിന്റെ പേര്, എല്ലാ ചോദ്യത്തിലും നമ്മൾ റൈറ്ററിന്റെ പേരും ഏത് ബുക്കിൽ നിന്നാണ് അല്ലെങ്കിൽ ഏത് സ്റ്റോറിയുടെ പേരെന്താണ്, ഇത് നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസിലും എഴുതിയിരിക്കണം. ഒരു മാർക്ക്, 1/2 മാർക്ക് അതിന് കിട്ടും. എന്നിട്ട് നമ്മൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളില്ലേ, ഇത് ആദ്യം അങ്ങനെ നമ്മൾ ഷഫിൾ ചെയ്ത് അങ്ങ് എഴുതി വെക്കുക. അതിനുശേഷം നമ്മുടെ കയ്യിൽ നിന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ ആ കഥയെ പറ്റിയിട്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ടാകാം, ആ കാര്യങ്ങളോട് എഴുതുക. ഇങ്ങനെ നമുക്ക് പറ്റും. പിന്നെ ഫോർമാറ്റുകൾ, ഇപ്പൊ നോട്ടീസ് ആണെങ്കിലും അല്ലെങ്കിൽ ഡയറി ആയിരിക്കെങ്കിൽ, ലെറ്റർ ആണെങ്കിൽ, ഇതിന്റെ എല്ലാം ഫോർമാറ്റ് നിങ്ങൾ നോക്കുക. കാരണം ഫോർമാറ്റിന് വളരെ ഇമ്പോർട്ടൻസ് ആണ്. നോട്ടീസ് പോലുള്ള കാര്യങ്ങൾക്ക് ഒരു 5 മാർക്കിന് നിങ്ങൾക്ക് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. അപ്പോൾ നോട്ടീസ് എഴുതുമ്പോൾ ആദ്യം നമ്മൾ ഹെഡിങ് ഒക്കെ കൊടുക്കുക, അതിന്റെ കോണ്ടന്റ് കൊടുക്കുക. അതിനുശേഷം പ്രോഗ്രാംസ് എന്ന് പറഞ്ഞ കാര്യം കൂടെ നമ്മൾ എഴുതുക. ഇപ്പൊ പ്രെയർ, ഇനാഗുറൽ അഡ്രസ്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ വരത്തില്ല, അത് ആ ഓർഡറിൽ എഴുതുക. അതിന് നമ്മൾ ഫോർമാറ്റ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഇനി ഫോർമാറ്റ് ഇല്ലാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ നമ്മുടെ ബ്രോഡ്കാസ്റ്റ് ചാനൽ മെസ്സേജ് അയച്ചാൽ മതി, നമ്മൾ കൃത്യമായിട്ട് അത് തരുന്നതായിരിക്കും. ഇനി ലാസ്റ്റ് സബ്ജക്റ്റ്, നിങ്ങൾക്ക് എല്ലാവർക്കും പൊതുവെ എല്ലാ കുട്ടികൾക്കും ടഫായിട്ടുള്ള സബ്ജക്റ്റാണ് മാത്സ് എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ മാത്സിനെ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് കൂടി പറഞ്ഞു തരാം. അതായത് മാത്സിന് ഇപ്പൊ നിങ്ങൾക്ക് ഓണപരീക്ഷയ്ക്ക്, ഇപ്പൊ 10ാം ക്ലാസ്സിലെ സ്റ്റുഡന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു 5ഓളം ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട് അല്ലേ. ഇപ്പൊ 8 മുതൽ +2 വരെയുള്ള കുട്ടികൾക്കെല്ലാം ഇതുപോലെ 2, 3, 4, 5 ചാപ്റ്റേഴ്സ് ഒക്കെ മിനിമം പഠിക്കാനുണ്ടായിരിക്കും ഓണം പരീക്ഷയ്ക്ക്. അതിൽ എല്ലാ ചാപ്റ്ററും ഇപ്പൊ നിലവിൽ നിങ്ങൾ ഒരു ചാപ്റ്ററും പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് തോന്നിയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഇല്ലേ, ആ ചാപ്റ്റർ എടുക്കുക, അത് പഠിക്കുക. എല്ലാം കൂടെ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എഫേർട്ട് ആദ്യം ഇടരുത്. നിങ്ങൾ ആദ്യം ഒന്നാമത്തെ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യുക. ഇത് പഠിക്കുന്ന സമയത്ത് മെയിൻ ആയിട്ട് ആദ്യം എന്ത് ചെയ്യാം, അതിൻ്റെ ചില കോൺസെപ്റ്റുകളുണ്ട്, ചില ഇക്വേഷൻസുകളുണ്ട്. ഈ ഇക്വേഷൻസ് മാത്രം ഒന്ന് എഴുതി വെക്കുക. അതൊന്ന് ബൈ ഹാർട്ട് ചെയ്ത് റിപ്പീറ്റ് ആയിട്ട് പറയുക. ഇക്വേഷൻസ് നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ടുണ്ടെങ്കിൽ, ബേസ് നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലെ പ്രോബ്ലംസ് ചെയ്യാൻ വേണ്ടി കഴിയും. രണ്ടാമതായിട്ട് ചെയ്യേണ്ടത്, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുള്ള എല്ലാ ക്വസ്റ്റ്യൻ ആൻസറും നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. അതിനുശേഷം ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഈ പറഞ്ഞ ഔട്ട്സൈഡ് ഉള്ള ക്വസ്റ്റ്യൻ, അഡീഷണൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടുമല്ലോ, അത് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഈ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നതിലാണ് നിങ്ങളുടെ മാർക്ക്. നിങ്ങൾ കുറേ കാണാപ്പാടം പഠിക്കുന്നതല്ല. മാത്സ് എന്ന് പറയുന്നത് നിങ്ങൾ എഴുതി ചെയ്ത് പഠിക്കണം. ക്വസ്റ്റ്യൻസ് എത്രമാത്രം നിങ്ങൾക്ക് വേറെ പഠിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് മാത്രം, അത് മാത്രം നിങ്ങൾ റിപ്പീറ്റ് ആയിട്ട് ചെയ്ത് പഠിക്കുക. അതേ മോഡലിലെ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ പരീക്ഷകളിലും ഉണ്ടായിരിക്കും. അപ്പം മാത്സ് പഠിക്കുമ്പോൾ നിങ്ങൾ ചെയ്ത് തന്നെ പഠിക്കുക. ആദ്യം ഇക്വേഷൻസ് ബേസ് സെറ്റ് ആക്കുക, അതിനുശേഷം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പൊതുവായിട്ട് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടുള്ളത്. എല്ലാം കൂടെ വലിച്ചു വാരി പഠിക്കാൻ വേണ്ടി നിങ്ങൾ നിൽക്കരുത്. കാരണം
എല്ലാം മുഴുവൻ പഠിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീരത്തില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? നിലവിൽ നമുക്ക് ഈ ലിമിറ്റഡ് ടൈമിൽ മെയിൻ ആയിട്ടുള്ള കോണ്ടന്റുകൾ മാത്രം ഹൈലൈറ്റ് ചെയ്ത് പഠിക്കേണ്ട ടോപ്പിക്സുകൾ മാത്രം പഠിക്കുക. അത് റിവൈസ് ചെയ്യുക. കൃത്യമായിട്ട് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ഒരു 10 മിനിറ്റിന് ശേഷം അല്ലെങ്കിൽ ഒരു 15 മിനിറ്റിന് ശേഷം റിപ്പീറ്റ് ആയിട്ട് റിവൈസ് ചെയ്യാൻ കൂടി നിങ്ങൾ ശ്രമിക്കുക. അതല്ലെങ്കിൽ നമ്മുടെ തലയിൽ നിന്നെല്ലാം പോകും. റിവൈസ് ചെയ്യുന്നതാണ് നമുക്ക് എത്രയും സ്ട്രോങ് ആയിട്ട് നമ്മുടെ മനസ്സിൽ അത് കിടക്കാൻ, ആ ഒരു ടോപ്പിക്ക് കിടക്കാൻ വേണ്ടി സഹായിക്കുന്നത്. സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ കൂടുതൽ അപ്ഡേഷൻസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നോട്ട്സ് എന്തെങ്കിലും ഷോർട്ട് ആക്കി തരണം, അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഏതൊക്കെയാണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ദ ബ്രോഡ്കാസ്റ്റ് ചാനലിൽ ജോയിൻ ചെയ്യുക. നമുക്ക് മെസ്സേജ് അയച്ചു ചോദിക്കുക. എല്ലാവർക്കും ക്ലിയർ ആയിട്ട് നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ബൈ ബൈ.